പിണറായി പാർട്ടിയുടെ സകല അടവുകളും പാളി. ഇനി ഒരു തന്ത്രങ്ങളും നടക്കില്ല. അണികളെ മുമ്പിൽ നിർത്തി ചോരക്കളി നടത്തുകയും ഒടുവിൽ അടിയുണ്ടാകുമ്പോൾ സുരക്ഷിത താവളങ്ങളിലേക്ക് വലിഞ്ഞ് കൈ കഴുകുകയും ചെയ്യുന്ന ആ പഴയ സ്ഥിരം ശൈലി ഇനി കേരളത്തിൽ നടക്കില്ല, വിലപ്പോകില്ല. ജനങ്ങൾ തിരിഞ്ഞുപോലും നോക്കില്ല. നിങ്ങൾ അറിഞ്ഞു വെച്ചോളൂ. കാരണം ഇത്തവണ കളി മാറിയിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് സൈബർ പോരാളികളോടും SFIയുടെ ഗുണ്ടകളോടുമൊക്കെയാണ്. ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട ആ വേട്ട നായ്ക്കൾ പിണറായി വിജയന്റെ കോട്ടവാതിലിൽ വന്ന് മുട്ടിക്കഴിഞ്ഞു. EDയുടെ ഉദ്യോഗസ്ഥരെ തല്ലി ഒതുക്കി രക്ഷപ്പെടാമെന്ന് കരുതിയവർക്ക് മുകളിൽ ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്നത് ജാമ്യമില്ല ജയിലിന്റെ ഇരുമ്പടികളാണ്. ഇനി ഇവിടെ നിങ്ങൾ എന്ത് ന്യായീകരണം നടത്തും? പിണറായി നിങ്ങളെ കൈയൊഴിഞ്ഞു, ഇനി പാർട്ടിയും നിങ്ങളെ കൈയൊഴിയും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുതൽ CPMന്റെ സംസ്ഥാനത്തെ വമ്പൻ സ്രാവുകൾ വരെ അടുത്ത നിമിഷം അകത്താകുമോ എന്ന ഭീതിയിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചത്? വരും ദിവസങ്ങളിൽ കേരളത്തെ കാത്തിരിക്കുന്ന ആ രാഷ്ട്രീയ ഭൂകമ്പത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പിണറായി അടക്കം കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇതെന്തായാലും കണ്ടേ തീരൂ. കഥ തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. CMRL കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ED അന്വേഷണ സംഘം റെയ്ഡിന് വേണ്ടി എത്തുന്നു. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഇടങ്ങളിലേക്കൊക്കെ ആയിരുന്നു ആ പരിശോധനയെല്ലാം നടത്തിയത്. എന്നാൽ അവിടെ ED ഉദ്യോഗസ്ഥരെ കാത്തിരുന്നത് ഒരു കൂട്ടം CPM അണികളായിരുന്നു. ആസൂത്രിതമായി എത്തിയ ഒരു സംഘം DYFI, CPM, SFI ഈ ഗുണ്ടകളൊക്കെ കൂടി ED ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. അവരുടെ കാറുകൾ തല്ലി തകർക്കുന്നു. പോലീസുകാർക്ക് വരെ മർദ്ദനമേറ്റു. അവർ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം അടിച്ചു തകർത്തു. സാധാരണ ഈ കേന്ദ്ര ഏജൻസികൾ ഇത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായി പിൻവലിയാറാണ് പതിവ്, അല്ലെങ്കിൽ പിൻവാങ്ങും. എന്നാൽ ഇവിടെയാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കിങ്കരപ്പടയും ഉപദേശക സംഘത്തിനും തെറ്റിയത്. ED തളർന്നില്ല. പകരം അവർ നിലപാട് കടുപ്പിച്ചു. ഈ ഗുണ്ടായുസത്തിന്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. അവർക്കിതിൽ നിന്നും പിടിവിടാൻ യാതൊരു മനസ്സുമില്ല. അണികളെ വെറും ഒരു ചട്ടുകമാക്കി മാറ്റി തങ്ങളുടെ കള്ളപ്പണ സാമ്രാജ്യം സംരക്ഷിക്കാൻ ഉന്നത നേതാക്കൾ എറിഞ്ഞ തന്ത്രമായിരുന്നു ആ ആക്രമണം. എന്നാൽ ഇപ്പോൾ ED നേരിട്ട് കേസിൽ കക്ഷി ചേരാനുള്ള അടിയന്തര തയ്യാറെടുപ്പിലാണ്. വെറുതെ വിടില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നു. അനുഭവിച്ചുകൊള്ളുക. നിങ്ങളുടെ എല്ലാം ഫോട്ടോ സഹിതം അവരുടെ കയ്യിലുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട നിർണായക ഡിജിറ്റൽ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, ഫോൺ കോൾ റെക്കോർഡുകൾ എന്നിവയെല്ലാം ED നേരിട്ട് ശേഖരിക്കാൻ തുടങ്ങിയതോടെ പല ഉന്നത നേതാക്കളുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. റിയാസൊക്കെ അടക്കം കുടുങ്ങുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അണികളെ ജയിലിൽ തള്ളിവിട്ട് AC മുറിയിലിരുന്ന് ചായ കുടിച്ചിരുന്ന നേതാക്കൾക്ക് നേരെയാണ് ഇത്തവണ EDയുടെ വിരലുകൾ ചൂണ്ടുന്നത്. പണ്ടത്തെ കാലമൊക്കെ മാറി എൻ്റെ സഖാക്കളെ. നിങ്ങളിപ്പോഴും 90കളിൽ നിന്നും മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നില്ല. അക്രമക്കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംരക്ഷിക്കാൻ പാർട്ടി സംവിധാനം ഒന്നടങ്കമാണ് രംഗത്തിറങ്ങിയത്. അറസ്റ്റിലായ പ്രതികളുടെ വീടുകൾ CPM നേതാക്കൾ കൂട്ടത്തോടെ സന്ദർശിക്കുന്നതും അവർക്ക് കടുത്ത നിയമസംരക്ഷണം നൽകുന്നതും EDയുടെ സംശയങ്ങൾക്ക് ബലം കൂട്ടുന്നു. ഇതെല്ലാം അക്രമത്തിൽ നേതാക്കൾക്കുള്ള നേരിട്ടുള്ള പങ്ക് വെളിവാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ED ഡയറക്ടറേറ്റിന് ഇതിനകം തന്നെ അതീവ രഹസ്യമായൊരു വിശദ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ നിന്ന് വന്ന പേരുകളൊക്കെ കുടുങ്ങും എന്ന് തീർച്ച. പ്രതികളെ രക്ഷിക്കാൻ വൻകിട വക്കീലന്മാരെ ഇറക്കി CPM നടത്തിയ കളിക്ക് കോടതി നൽകിയ തിരിച്ചടി നിസ്സാരമല്ല. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ പിണറായി പാർട്ടിയുടെ മുഖത്തേറ്റ കാനത്ത പ്രഹരമാണ്. ആദ്യകാലം പോയതിൻ്റെ വിരളി ഉദ്യോഗസ്ഥരോടല്ല കാണിക്കേണ്ടത്. മജിസ്ട്രേറ്റ് ഉത്തരവിൽ വ്യക്തമാക്കിയത് എന്താണെന്നറിയാമോ? EDയെ ആക്രമിച്ചത് അപൂർവമായ കേസാണ്. പ്രതികൾ ചെയ്ത ക്രൂരത മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ തത്സമയം കണ്ടതാണ്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത്. ജുഡീഷ്യറിയിൽ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തേണ്ടതുണ്ട്. അറസ്റ്റിന്റെ വിവരങ്ങൾ ബന്ധുക്കളെ അറിയിച്ചില്ല. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം പൊതുമുതൽ നശിപ്പിക്കലിന്റെ പരിധിയിൽ വരില്ല. ഇതൊക്കെയായിരുന്നു പ്രതിഭാഗം വക്കീലിന്റെ വിചിത്രവാദങ്ങൾ. എന്നാൽ അഡീഷണൽ പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളിയുടെ മൂർച്ചയേറിയ വാദങ്ങൾക്ക് മുന്നിൽ പ്രതിഭാഗം തകർന്ന് തരിപ്പണമായി. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: നിയമത്തിന്റെ മുൻപിൽ പാർട്ടിയുടെ ഗുണ്ടാവലൊന്നും വിലപ്പോകില്ല, പ്രത്യേകിച്ചും ഈ കനൽത്തരിയുടെ കാര്യത്തിൽ. നമുക്ക് എന്തായാലും കുറച്ചുകൂടി പിന്നിലേക്ക് പോകാം. എന്തിനായിരുന്നു ഈ ആക്രമണം എന്ന്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ അന്വേഷണത്തിനെതിരെ ED സംഘത്തിന് നേരെയുണ്ടായ ഈ ആക്രമണം അതീവ ഗൗരവത്തോടെയാണ് പോലീസ് തലപ്പത്തുള്ളവരെല്ലാം കാണുന്നത്.
പോലീസ് ഇപ്പോൾ ആഭ്യന്തരമൊന്നും പിണറായിയുടെ കയ്യിലല്ല. അപ്പോൾ പോലീസ് ഇപ്പോൾ ഈ കേസ് വളരെ കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്രത്തിന് കൃത്യമായ വിവരവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ആലോചിക്കുകയാണ്. ഇതുവരെ 25 പ്രതികളാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. പക്ഷേ ഈ 25 പേരിൽ ഒതുങ്ങുന്നതല്ല ഈ ഗൂഢാലോചന. പല വമ്പന്മാരും ഉണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ വെച്ച് കേന്ദ്ര ഏജൻസിയെ തടയാൻ ആര് ധൈര്യം നൽകി? പാർട്ടി അണികൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി EDയെ തല്ലില്ല എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. മുകളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശമില്ലാതെ ഇത്തരമൊരു ഓപ്പറേഷൻ നടക്കില്ല. അപ്പോൾ ചോദ്യം അവശേഷിക്കുന്നു, ആരാണ് ഈ അദൃശ്യനായ നേതാവ്? കാരണം തങ്ങളെ പുറത്തിറക്കാൻ പാർട്ടി ഉണ്ട് എന്നുള്ള ധൈര്യത്തിലായിരിക്കുമല്ലോ ഇവർ ഇത്രയും വലിയ കടുങ്കൈ ചെയ്തത്. എന്ത് വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനാണ് ഇവർ EDയെ ഭയപ്പെടുന്നത്? ഇനി നമുക്ക് കഥയിലെ ഏറ്റവും വലിയ സസ്പെൻസിലേക്ക് വരാം. ഈ കേസിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയും അവരുടെ IT കമ്പനിയായ എക്സാലോജിക്കുമാണ്. അവിടെ കാണിച്ചു കൂട്ടിയ അഴിമതി പരമ്പരയെ അന്വേഷിക്കാനാണ് ഇപ്പോൾ ഈ കേസ് നടന്നത്. CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് മാസപ്പടിയായി കോടികൾ കൈപ്പറ്റി എന്നതാണ് ആക്ഷേപം. ഇത് ചോദ്യം ചെയ്യാൻ വന്ന EDയാണ് ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് കൃത്യമായ തെളിവുകളോട് പുറത്തുവിട്ട വസ്തുതയാണ്. ഈ ടി വീണയുടെ ഇഷ്ടംപോലെ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയുമാണ്. തങ്ങൾക്കെതിരെ കേസെടുക്കാൻ EDക്ക് അധികാരമില്ലെന്നും അതിന് SFIO തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ തീരുമാനിക്കാൻ ആരാണ്? അഴിമതി കാണിച്ചു കൂട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കകളൊന്നും കണ്ടില്ലല്ലോ. എന്തായാലും ED കോടതിയിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. SFIO പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കള്ളപ്പണ നിരോധന നിയമപ്രകാരം PMLA പ്രകാരം തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്നുമാണ് ED കോടതിയെ അറിയിച്ചത്. എന്തായാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വരുന്ന വെള്ളിയാഴ്ച വരെ കടുത്ത തുടർ നടപടികൾ പാടില്ലെന്നൊക്കെ താൽക്കാലിക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിംഗിൾ ബെഞ്ചിന്റെ മുൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് CMRL ആവശ്യപ്പെട്ടുവെങ്കിലും ഡിവിഷൻ ബെഞ്ച് അത് തള്ളിക്കളഞ്ഞു. എന്നാൽ ഇവിടെയാണ് നിയമത്തിന്റെ ഏറ്റവും വലിയ ലൂപ്പ് ഹോൾ കിടക്കുന്നത്. അതുകൂടി എന്താണെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ അപ്പീലിൽ കക്ഷിയല്ലാത്ത മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തുടരന്വേഷണം നടത്തുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ പോലും EDക്ക് യാതൊരു വിധത്തിലുള്ള നിയമ തടസ്സങ്ങളുമില്ല. അതായത് വരും ദിവസങ്ങളിൽ കോടതി വിധി എന്തു തന്നെ ആയാലും ഈ കേസിൽ പല വമ്പൻ സ്രാവുകളും കുടുങ്ങാൻ പോകുന്നു എന്ന് ചുരുക്കം. എത്ര പൊത്തിപ്പിടിച്ചാലും പിണറായിയുടെ മുകള് കുടുങ്ങാനുള്ളതാണെങ്കിൽ കുടുങ്ങിയിരിക്കും. കേരളത്തിൽ കാലങ്ങളായി CPM പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്. അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് വിളിച്ച് തള്ളുക, അന്വേഷണം വരുമ്പോൾ അണികളെ വിട്ട് അക്രമം അഴിച്ചുവിടുക. ഇത് തീരം സ്വഭാവമാണ്. അവർ നന്നാവാൻ പോകുന്നില്ല. ഉളുപ്പും മാനവും ഇല്ലാത്ത കൂട്ടരാണവർ. അപ്പോൾ ഈ തന്ത്രം കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ ചിലവാകില്ലെന്ന് പിണറായി വിജയൻ എന്തായാലും ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ സ്ഥാനമൊക്കെ പണ്ട്, ഇപ്പം നിങ്ങൾ വെറും പ്രതിപക്ഷ നേതാവാണ്. ആ സ്ഥാനത്തിരിക്കുക. നിങ്ങൾ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുങ്ങേണ്ടവനാണെങ്കിൽ കുടുങ്ങണം. അതാണ് നിയമം. നിയമത്തിന് മുകളിലൊന്നുമല്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെയും സ്ഥാനം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരൊക്കെ കുടുങ്ങാനാണ് ചാൻസ്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.